ഈ അറസ്റ്റ് രാജു സ്വയം സ്വീകരിച്ചതല്ലേ? അപ്പൊ പിന്നെ എന്തു പറയാനാകും? പ്രായത്തിൽ കവിഞ്ഞ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. വേണ്ടെന്ന് പറഞ്ഞ അവൻ അത് കേൾക്കണ്ടേ? ആ നേരത്ത് അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാനും വളരെ ഇമോഷണൽ ആയി പോയി. പോലീസ് വന്നപ്പോ എന്ത് പറയണമെന്നറിയാതെ ടോട്ടലി ബ്ലാങ്ക് ആയി പോയി ഞാൻ. ഇല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞനെ. പ്രതാപ, ഒരു കണക്കിന് ഋതികയെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത് നന്നായി. വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന കുട്ടിയല്ലേ അവള്. ആ നേരത്ത് കോടതിയും കേസും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി നടന്ന നമ്മൾ എങ്ങനെ അവളുടെ വിവാഹം നടത്തും? അതുകൂടി നമ്മൾ ചിന്തിക്കണ്ടേ? യാമിനി, ആ എന്താ ചേച്ചി? ആ, നീ എല്ലാവർക്കും ആഹാരം എടുത്തു വെക്ക്. ആ ശരി. പ്രതാപ, വാ ഭക്ഷണം കഴിക്കാം. ഏയ്, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അതെന്താ, എന്തു പറ്റി? അവിടെ സ്റ്റേഷനിൽ രാജു ഇപ്പൊ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവൻ കഴിക്കാതിരിക്കുമ്പോ ഞാനെങ്ങനെയാ? പ്രതാപ, ആഹാരം കഴിക്കാതെ വെറുതെ നിരാഹാരം കിടന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ കൂടെ വന്നേ, വന്ന് വല്ലതും കഴിക്ക്. അത് നിങ്ങൾ കഴിക്കേ. ആഹാ, നീ ഇവിടെ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾ കഴിക്കാനോ? അത് നടക്കില്ല. നീ ആഹാരം കഴിക്കാതെ ഇന്നിവിടെ ആരും ആഹാരം കഴിക്കില്ല. ചേച്ചി, അത് കൂടുതലൊന്നും പറയണ്ട. എല്ലാവരെയും പട്ടിണിക്കിടണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ദേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന നിനക്കറിയാലോ. ശരി, ഞാൻ വരാം. ഋതു മോളെ, ആഹാരം കഴിക്കാൻ വന്നേ. ഋതു മോളെ, മോളെ വാ, ഭക്ഷണം കഴിക്കാൻ വാ. ഋതു വാ മോളെ. എനിക്ക് ആഹാരം വേണ്ട. അവൾക്ക് ഭക്ഷണം വേണ്ടാന്ന്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട, പ്രതാപ, ആരും അവളെ വിളിക്കണ്ട. അവള് ചെയ്ത് പ്രവർത്തിക്ക. അവള് പട്ടിണി കിടക്കുന്നതന്നെയാ നല്ലത്. ആ സാർ. എടോ ദീപക്ക, മനസ്സിലായി സാർ. സാർ പറഞ്ഞോളൂ. നമ്മുടെ കേസ് ക്ലോസ് ചെയ്യാനുള്ള സമയമായി. മനസ്സിലായില്ല സാർ. എടോ, ആക്സിഡന്റിൽ പെട്ടവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കല്ലേ ഋതിക. ഇനി ഈ കള്ളക്കേസ് അധികകാലം വലിച്ചു കിട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിന് ശ്രമിച്ച എനിക്കും തനിക്കും ഒരേപോലെ ബുദ്ധിമുട്ടാവും. അത് ആക്സിഡന്റിൽ പെട്ടവൻ ചത്തെന്ന് പറഞ്ഞപ്പോ അവര് മടങ്ങിപ്പോയല്ലോ സാർ. എടോ, അതുകൊണ്ടായോ? ചത്തവനെ അന്വേഷിച്ചിറങ്ങിയ ആരുടെ ഡെഡ് ബോഡി എടുത്താ കാണിച്ചു കൊടുക്കുന്നേ? ഓരോന്നിനെ വേര് ചികഞ്ഞ അവരിറങ്ങിയ ഞാനും താനും ഒക്കെ കൊടുക്കും. ഇതുവരെ ഞാൻ സാറ് പറഞ്ഞതുപോലെയല്ലേ ചെയ്തത്. ഇപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും താൻ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി സാർ. സാർ പറഞ്ഞു. ഓക്കെ സാർ, ഡൺ. ശരി. രാജു, നീ ഇങ്ങനെ പട്ടിണി കിടന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാവോ? എനിക്ക് കഴിക്കാൻ തോന്നില്ല ചേച്ചി. മഞ്ജു, എന്താ ഇവിടെ? സാർ, ഞാൻ ഫുഡ് കഴിക്കാൻ പറയായിരുന്നു. ഓ, ഇവനൊന്നും കഴിക്കുന്നില്ലല്ലേ? ഇവനെ കൊണ്ട് ഞാൻ കഴിപ്പിച്ചോളാം. മഞ്ജു കൊണ്ട് മാറ. ആ, മഞ്ജു പോയില്ലേ ദൂരെ? പോ. കളി മതിയാക്കാൻ സമയമായി.
സത്യം പറ. എന്താ സാർ? ആരുടെ കയ്യിൽ നിന്നാണ് ആക്സിഡന്റ് ഉണ്ടായത്? സാർ അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ സാർ. സത്യം പറ നായേ. യെസ്, മൊയലിന് വെച്ച കെണിയിൽ വീണത് മുതല. കൊള്ളാം, ഗെയിമിന് രസം കൂടി വരുന്നുണ്ട്. ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കേ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക്. അത് ഞാൻ ഏറ്റമ്മേ. ഹലോ, കാറിടിച്ച ഒരാളെ കൊല്ലാറാക്കിയിട്ടിട്ട് നീ നിന്റെ അച്ഛന്റെ പിയുടെ തലയില് ആ കുറ്റം കെട്ടിവെച്ച് സ്വതന്ത്രമായിട്ട് നടക്കാന്ന് വിചാരിച്ചോ? ആരാ നിങ്ങള്? നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പുറം ലോകം അറിഞ്ഞാ എന്താ ഉണ്ടാവും നിനക്കറിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജു ജയിൽ മോചിതനാവും. എനിക്കും അത് തന്നെയാ വേണ്ടത്. നിങ്ങള് ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, അവനെ രക്ഷപ്പെടുത്താൻ നീ അത്രയൊക്കെ ചെയ്യോ? നീ ദീപക്കാണോ? ദീപക്കോ? അതാരാ? അതാരെങ്കിലും ആവട്ടെ. ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഹലോ, നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം നിസ്സാരം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം. എനിക്ക് അത്യാവശ്യത്തിന് കുറച്ച് പണവും കുറച്ച് സ്വർണവും വേണം. അത് നീ തന്ന നിന്റെ അച്ഛൻ സേഫ്. മറിച്ചാണെങ്കിൽ അറിയാലോ. നിങ്ങൾ
നിങ്ങൾക്ക് എത്ര പണോ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ മോളെ. അല്ല, നിനക്ക് രാജുവിനെ രക്ഷപ്പെടുത്തണ്ടേ? അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമാണോ? എങ്കിലേ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനുള്ള വില അത് നിനക്കിടാം. ഒട്ടും കുറവ് വരില്ലെന്ന് എനിക്കറിയാം. 2 മണിക്കൂറിനുള്ളിൽ ടൗണിന്റെ ഔട്ടറിലുള്ള 100 ഏക്കറിന്റെ പിന്നിൽ ഒരു ആൽമരത്തിന്റെ പുറകിൽ ക്യാഷും സ്വർണവും കൊണ്ടുവയ്ക്കണം. ഹലോ ഹലോ, എന്താ ഋതിക? എന്താ പ്രശ്നം? പറയാം. ഹലോ രമ്യ. ഋതു എന്തായി? അവിടെ എത്തിയോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. സ്വർണം പണമൊക്കെ എടുത്തോ? ഇല്ല രമ്യ, സ്വർണവും പണവും ഒക്കെ ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒത്തിരി വൈകുമോ? ഇല്ല, പണവും സ്വർണവും എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ. രമ്യ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്. ശരി, നീ പെട്ടെന്ന് വാ. ആലിന്റെ ചുവട്ടിൽ ഒരു മറവിൽ ബാഗ് ഒളിപ്പിച്ചു വെക്കാനാ അയാൾ പറഞ്ഞത്. ഇതിവിടെ വെച്ച അല്ലാതെ നിവൃത്തിയില്ലല്ലോ. ശരി, പണവും സ്വർണവും കൊടുത്തില്ലെങ്കിൽ അയാൾ എന്റെ അച്ഛനെ നാണം കെടുത്തുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന. ഞാൻ കാരണം അച്ഛന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവന്മാരെ അച്ഛനോട് പറഞ്ഞ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയായിരുന്നു വേണ്ടത്. വേണ്ട വേണ്ട, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. പോട്ടെ, ഈ പണവും സ്വർണവും എല്ലാം പൊയ്ക്കോട്ടെ. ഇത് നഷ്ടപ്പെട്ടാലും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. മനസ്സമാധാനം അല്ലേ വലുത്. ഞാനിത് ഇവിടെ വയ്ക്കാൻ പോവാ. ഋതിക, നമുക്കേ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് മാറി നിന്നാലോ? എന്തിന് മറഞ്ഞു നിൽക്കണം? ഏതായാലും ഈ സ്വർണവും പണവും എടുക്കാൻ നിന്നെ ഭീഷണിപ്പെടുത്തിയ ആള് ഇവിടെ വരും. മറഞ്ഞു നിന്നാലേ നമുക്ക് അയാള് വരുന്നതും പണവും പൊന്നും എടുത്തോണ്ട് പോകുന്നതും നമുക്ക് കാണാലോ. അന്നേരം ആരാണ് വില്ലനെന്നേ നമുക്കറിയാലോ. അതറിയാതെ പോകുന്നത് മണ്ടത്തരല്ലേ? അല്ല, അയാളെ കാണണമെന്ന് ഋതികയ്ക്ക് തോന്നില്ലേ? വേണം, അയാൾ ആരാണെന്ന് എനിക്കറിയണം. എങ്കിലേ വാ, നമുക്കേ അവിടെ മറിഞ്ഞു വെക്കാം. വാ.
സർ YMR കമ്പനിയിലേക്ക് അയക്കേണ്ട പ്രപ്പോസലിന്റെ ഡ്രാഫ്റ്റ് കിട്ടിയോ സർ? ഞാൻ ഇവിടെ എല്ലാം തിരഞ്ഞു, അത് കിട്ടിയില്ല. രാജു അത് ഡ്രാഫ്റ്റ് ചെയ്തത്. അത് എവിടെയാ വച്ചിരിക്കുന്നതെന്ന് രാജുവിനെ അറിയൂ? രാജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സർ. അയാളെ ഇപ്പൊ കിട്ടില്ല. ആ പ്രപ്പോസൽ ഇന്ന് തന്നെ അയക്കേണ്ടതാ. എന്ത് ചെയ്യും സർ? എനിക്കൊന്നും അറിയില്ല. എന്താ പ്രതാപ? പ്രതാപ എന്താ ഇഷ്യൂ? കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാജു ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ആകെ തകിടം മറിഞ്ഞിരിക്കുക. എല്ലാം രാജു ആയിരുന്നില്ലേ കൈകാര്യം ചെയ്തിരുന്നത്. അവനില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പ്രതാപ, ഞാൻ പറയുമ്പോ നിനക്ക് ഇഷ്ടക്കേട് തോന്നരുത്. രാജുവിനെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടാ ഇപ്പോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ വിഷമിക്കുന്നത്. നാളെയും ചിലപ്പോ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ലെന്നേ ഞാൻ പറയൂ. നീ ദീപക്കിനൊരു അവസരം കൂടെ കൊടുത്തു നോക്ക്. അവന്റെ ഭാഗത്തു നിന്നും ഇതിനു മുൻപ് കുറച്ച് അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ അതൊക്കെ അവന്റെ പരിചയക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാ. നീ അവനെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കേ. നീ നല്ല രീതിയിൽ അവനെ ഒന്ന് ഗൈഡ് ചെയ്താ അവൻ നന്നാവും. അവന് കാര്യപ്രാപ്തി ഉണ്ടാവും. പിന്നെ അവൻ നിനക്കൊരു സഹായിയായി മാറും. അംബിക ചേച്ചി രാജുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവൻ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടറാണ്. അത്രയ്ക്ക് ടാലന്റഡ് ആണ് അവൻ. എത്ര അസാധ്യമായ കാര്യവും നിസ്സാരമായി പരിഹരിക്കാനുള്ള അവന്റെ മികവ്, അത് കണ്ട് ഞാൻ പലവട്ടം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവന്റെ വിശ്വാസ്യത, ആത്മാർത്ഥത, സ്നേഹവും ബഹുമാനവും, അതൊന്നും ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല. അവന് പകരം അവൻ മാത്രമേ ഉള്ളൂ. ചേച്ചി കാണുന്നില്ലല്ലോ, എന്തായി കാണും? ഋതു ചേച്ചിക്ക് രാജുചേട്ടനെ രക്ഷിക്കാൻ സാധിക്കുമോ? അതോ ഇനി അവസാനം ഋതു ചേച്ചിയും വലിയ പ്രശ്നത്തിലാവോ? ഈശ്വര, ആലോചിച്ചിട്ട് എന്നെ പേടിയാവുന്നു. ഋതു ചേച്ചിയാണല്ലോ. ഹലോ, അപ്പൊ നീ എവിടെയാ? ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ചേച്ചി എവിടെയാ? എന്തായി കാര്യങ്ങൾ? അതൊക്കെ ഞാൻ പറയാം. ഞാനും രമ്യയും ദീപകിനെ ഫോളോ ചെയ്യായിരുന്നു. ദീപക് ഇപ്പോ നമ്മുടെ വീട്ടിലെത്തും. അപ്പോ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ശരി ചേച്ചി. മാഡം, ആ ആക്സിഡന്റിന്റെ പേരിൽ ഇപ്പോഴും ഭീഷണി കോളുകൾ വരുന്നുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ നല്ലൊരു ഗൂഢാലോചന തന്നെയുണ്ട്. SI സാറിനും ഇതിൽ നല്ലൊരു പങ്കുണ്ട്. എന്തായാലും സ്വന്തം കൈ വെടിപ്പാക്കാൻ ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് കാട്ടി രാജുവിനെ കസ്റ്റഡിയിൽ വെച്ചതിന് ഒരു ന്യായമൊക്കെ വേണമല്ലോ. ഇതാണ് ആക്സിഡന്റ് പറ്റിയ ആള്.
ഇതോ? എന്താ മാഡം? ഇതല്ലല്ലോ ആക്സിഡന്റ് പെട്ടയാള്. പിന്നെ ഇതാ. ഇവനോ? എന്താ ചേച്ചിക്ക് ഇയാളെ അറിയാമോ? എനിക്ക് മാത്രമല്ല, ഈ സ്റ്റേഷനിലെ മൊത്തം പോലീസുകാർക്കും ഇവനെ അറിയാം. ബ്ലൈഡ് രാജേഷ്, കുപ്രസിദ്ധ ക്രിമിനൽ. ഇവനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി മാഡം. ബ്ലൈഡിനെ അങ്ങ് തൂക്കിയാൽ മതി. മുന്നിലും പിന്നിലും നിൽക്കുന്നവരെയൊക്കെ നമുക്ക് അരിഞ്ഞു വീഴ്ത്താം. ബ്ലേഡ് രാജേഷ്.